നമസ്കാരം, CCTV വാർത്തയിലേക്ക് സ്വാഗതം. റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ലോറിക്ക് പിറകിൽ നിയന്ത്രണം വിട്ട ബൈക്കിടിച്ച് ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. കയ്പമംഗലം കളരിക്കൽ വിജയന്റെ മകൻ 42 വയസ്സുള്ള അനൂപാണ് മരിച്ചത്. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ പെരുമ്പിലാവ് പ്രിയദർശിനി ബസ് സ്റ്റോപ്പിന് സമീപം ഞായറാഴ്ച രാത്രി 12 മണിയോടെയാണ് അപകടമുണ്ടായത്. അനൂപിനെ ആദ്യം പെരുമ്പിലാവിലെ അൻസാർ ആശുപത്രിയിലും പിന്നീട് തൃശൂർ അമല ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പെരുമ്പിലാവിലെ ബന്ധുവീട്ടിലേക്ക് വരുമ്പോഴായിരുന്നു അപകടം. മത്സ്യകൃഷിക്കായി വലകെട്ടിമറച്ച എരുമപ്പെട്ടി പഞ്ചായത്തിലെ പതിയാരം കാവാലം ചിറക്കുളം പൂർവ്വസ്ഥിതിയിലാക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഉത്തരവിട്ടു. നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് നടപടി. പഞ്ചായത്ത് അധികൃതരുടെ അനുമതിയോടെ വലകൊണ്ട് ചുറ്റും കെട്ടിയടച്ച് മത്സ്യകൃഷി നടത്തുന്നതിനെതിരെ നാട്ടുകാർ നൽകിയ പരാതിയിലാണ് കുളത്തിലെ മത്സ്യകൃഷി അവസാനിപ്പിച്ച് പൂർവ്വസ്ഥിതിയിലാക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഉത്തരവിട്ടത്. 500 രൂപ പ്രതിവർഷ പാട്ടത്തിനാണ് 4 ഏക്കർ വരുന്ന കാവാലഞ്ചിറ കുളം സംരംഭക ഗ്രൂപ്പിന് മത്സ്യകൃഷിക്ക് നൽകിയത്. ഇതോടെ കുളം വല ഉപയോഗിച്ച് ചുറ്റിനും പൊതിഞ്ഞു കെട്ടുകയായിരുന്നു. സഹസ്ര സരോവരം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1.5 കോടി രൂപ ചെലവഴിച്ചാണ് കാവാലം ചിറ പുനർനിർമ്മാണം നടത്തിയത്. പരിസരവാസികൾക്ക് കുളിക്കുന്നതിനും വസ്ത്രങ്ങൾ അലക്കുന്നതിനും കാർഷിക ആവശ്യങ്ങൾക്കും കുടിവെള്ള പദ്ധതിക്കായും പ്രാദേശിക മത്സ്യബന്ധനത്തിനുമായാണ് കുളം പുനർനിർമ്മാണം നടത്തിയത്. എന്നാൽ മത്സ്യം വളർത്തലിന് കുളം വിട്ടു നൽകിയതോടെ പ്രദേശവാസികൾക്ക് കുളത്തിലേക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടുവെന്ന് പരാതിപ്പെട്ടാണ് നാട്ടുകാർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അധികൃതർക്കും ജില്ലാ കളക്ടർക്കും പരാതി നൽകിയിരുന്നത്. ഒരു കുളക്കടവ് തുറന്നെങ്കിലും ഇവിടെ എണ്ണ, സോപ്പ് എന്നിവ ഉപയോഗിച്ച് കുളിക്കാൻ പാടില്ലെന്ന നിബന്ധനയും വെച്ചതായി നാട്ടുകാർ പരാതിപ്പെട്ടു. പലതവണ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. പരാതിയെ തുടർന്ന് ജില്ലാ തദ്ദേശ ഭരണവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. 7 ദിവസത്തിനുള്ളിൽ കുളം പൂർവ്വസ്ഥിതിയിലാക്കാനാണ് ഉത്തരവ്. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയാണ് നാട്ടുകാരുടെ എതിർപ്പ് അവഗണിച്ച് കുളം മത്സ്യകൃഷിക്ക് പാട്ടത്തിന് നൽകിയത്. വല ഉപയോഗിച്ച് കുളം അടച്ചു കെട്ടിയതോടെ പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു. ഇനി തിരഞ്ഞെടുപ്പ് വിശേഷം. LDF സ്ഥാനാർത്ഥി NK അക്ബറിനെ വിജയിപ്പിക്കുന്നതിനുള്ള ഗുരുവായൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. CPI മണ്ഡലം സെക്രട്ടറി PK രാജേശ്വരൻ അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി, അഡ്വക്കേറ്റ് സജോഷ് മാത്യു, PK സേതാലിക്കുട്ടി, അഡ്വക്കേറ്റ് KV മോഹനകൃഷ്ണൻ, PI സൈമൺ, M കൃഷ്ണദാസ്, C സുമേഷ്, ഹാരിസ് ബാബു എന്നിവർ സംസാരിച്ചു. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി UDF എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചു. ജനറൽ സെക്രട്ടറി ജോൺ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. UDF മണ്ഡലം ചെയർമാൻ MM നിഷാദ് അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് നേതാവ് സിദ്ദീഖ് പന്താവൂർ മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ VK രഘുസ്വാമി, PS സുനീഷ്, അമ്പലപ്പാട്ട് മണികണ്ഠൻ, അജു നെല്ലുവായ്, കബീർ കാഞ്ഞിരക്കോട്, ഹരിദാസ്, KR രാധിക, സഫീന അസീസ്, അനിത വിൻസെന്റ്, സുജാത തുളസി, MC ഐജു, ചന്ദ്രപ്രകാശ് ഇടമന, TK ദേവസി, ഏതൻ താണിക്കൽ എന്നിവർ സംസാരിച്ചു. NDA സ്ഥാനാർത്ഥി KR റജിലിന്റെ പര്യടനം കാട്ടകാമ്പാൽ പഞ്ചായത്തിലെ പഴഞ്ഞിപ്പള്ളിയിൽ നിന്നും ആരംഭിച്ചു. പള്ളി വികാരി ഫാദർ ജോൺ ഐസക്കിന്റെ അനുഗ്രഹം വാങ്ങി. പള്ളി സെക്രട്ടറി ജെയ്സൺ ചീരൻ, ട്രസ്റ്റി സാംസൺ പുലിക്കോട്ടിൽ എന്നിവരെ സന്ദർശിച്ചു. തുടർന്ന് പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ പ്രചരണം നടത്തി. BJP OBC മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി രജീഷ് ഐനൂർ, BDJS ജില്ലാ വൈസ് പ്രസിഡന്റ് CB ശ്രീഹരി, മണ്ഡലം പ്രസിഡന്റ് സുനിൽകുമാർ, SC മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി PK സാജു, BJP കുന്നംകുളം മണ്ഡലം വൈസ് പ്രസിഡന്റ് ബൈജു പട്ടിത്തളം, BJP കാട്ടകമ്പൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുധീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ലഹരിവിരുദ്ധ സന്ദേശവുമായി വേലൂർ വാക്കത്തോൺ 2026 സംഘടിപ്പിച്ചു. ലഹരി വ്യാപനത്തിനെതിരെ കേരള എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ വിമുക്തി മിഷന്റെ നേതൃത്വത്തിൽ ഗ്രാസ്വേ ഗ്രാമ്യ സംസ്കൃതി വേലൂർ, ബ്രേവ് ബോധി റെസിഡൻസ് അസോസിയേഷൻ, വേലൂർ വാക്കേഴ്സ് ക്ലബ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ലഹരി വ്യാപനത്തിനെതിരെ വേലൂർ വാക്കത്തോൺ 2026 സംഘടിപ്പിച്ചത്. വ്യാപകമാകുന്ന ലഹരി ഉപയോഗത്തിൽ നിന്ന്
സംരക്ഷിച്ച് കലാകായിക പ്രവർത്തനങ്ങളിലേക്ക് ആകർഷിക്കുക, മാനസികവും ശാരീരികവുമായ ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കുക എന്നതാണ് ലക്ഷ്യം. വേലൂർ അർണോസ് നഗറിൽ നിന്ന് മുൻ ദേശീയ ഫുട്ബോൾ താരം സോമി തോബിയാസ് ഫ്ലാഗ് ഓഫ് ചെയ്ത വാക്കത്തോൺ വേലൂർ ഗവൺമെന്റ് സ്കൂൾ ഗ്രൗണ്ടിൽ സമാപിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ സുനിൽകുമാർ ആമുഖ പ്രഭാഷണം നടത്തി. തൃശൂർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ AP പ്രവീൺകുമാർ ലഹരിവിരുദ്ധ സന്ദേശം നൽകി. ഡോക്ടർ ആനന്ദ് ലഹരിയുടെ ശാരീരിക മാനസിക പ്രശ്നങ്ങൾ എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. ഗ്രാസ്പേ പ്രസിഡന്റ് TB സുരേഷ്, സെക്രട്ടറി ഷീർഷേന്ദുലാൽ, ബ്രേവ് സെക്രട്ടറി സന്താൾ ബോധി, വിമുക്ത മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഷെഫീഖ് യൂസഫ് എന്നിവർ സംസാരിച്ചു. ലഹരിവിരുദ്ധ സന്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ച പ്ലക്കാർഡുകൾ വാക്കത്തോണിന് മിഴിവേകി. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ നിന്നും ആർത്താറ്റ് സെന്റ് മേരീസ് സിംഹാസന പള്ളിയിലേക്ക് 21ാമത് കാൽനട തീർത്ഥയാത്ര നടത്തി. ഇടവക വികാരി ഫാദർ ഡിൽജോ ഏലിയാസ് കൂരൻ കശിശായുടെ നേതൃത്വത്തിൽ പുലർച്ചെ 3:30 ആരംഭിച്ച തീർത്ഥയാത്ര ആർത്താറ്റ് പള്ളിയിലെ പരിശുദ്ധ മാർ ഒസ്താത്തിയോസ് സ്ലേബ ബാവയുടെ കബറിടത്തിലെത്തി പ്രാർത്ഥന നടത്തി. പള്ളി ട്രസ്റ്റി KJ സോജൻ, യൂത്ത് അസോസിയേഷൻ സെക്രട്ടറി ആരോൺ ജോർജ്, വൈസ് പ്രസിഡന്റ് വിപിൻ P ബാബു, ജോയിന്റ് സെക്രട്ടറിമാരായ സാമുവേൽ P ജോയ്, സെബി സജോയ്, ട്രഷറർ റൈവിൻ വിറ്റി എന്നിവർ നേതൃത്വം നൽകി. പ്രകൃതി സംരക്ഷണ സംഘം കടവല്ലൂർ മേഖലാതല സ്നേഹ തണ്ണീർക്കുടം പദ്ധതിക്ക് തുടക്കമായി. കൽമുറം ക്രിസ്ത്യൻ കോഓപ്പറേറ്റീവ് ഫെലോഷിപ്പ് അങ്കണത്തിൽ സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ മേഖലാതല ഉദ്ഘാടനം KCCF പ്രസിഡന്റ് റെന്നി ചെറുവത്തൂർ നിർവഹിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കോർഡിനേറ്റർ N ഷാജി തോമസ് പദ്ധതി വിശദീകരിച്ചു. തുടർന്ന് കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം അഷ്റഫ് സ്നേഹ തണ്ണീർക്കുടം ബ്രൗഷർ ഭാരവാഹികൾക്ക് കൈമാറി. തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം തോംസൺ, റിലീഫ് മിഷൻ കൺവീനർ ജോസ് വൈദ്യർ, അനിൽ K ജോസ് എന്നിവർ സംസാരിച്ചു. പ്രസിഡന്റ് റെന്നി ചെറുവത്തൂർ, ജനറൽ സെക്രട്ടറി സിജു ചുമാർ, റിലീഫ് മിഷൻ കൺവീനർ ജോസ് വൈദ്യർ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ലോക ജലദിനത്തിന്റെ ഭാഗമായി മന്നലാംകുന്ന് SYS സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റ് തണ്ണീർക്കുടങ്ങൾ സ്ഥാപിച്ച് ജലദിനം ആചരിച്ചു. ട്രസ്റ്റ് പ്രസിഡന്റ് കാസിം കരിയാടൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആനന്ദ് മുഈനി, ഷാഹിദ്, മുഹമ്മദ് മുസ്തഫ അൽ ഹസരി, സുൽത്താൻ മന്നലാംകുന്ന് എന്നിവർ പങ്കെടുത്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.